അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സൂചിപ്പിച്ചു വന്നത്, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച നിബന്ധനകളെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ നിബന്ധനകളില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. തൗഹീദ് ഉണ്ടായിരിക്കണം, ഈമാനുള്ളവരായിരിക്കണം. മൂന്നാമതായി ഇസ്ലാം പഠിപ്പിച്ചത് ഇഖ്ലാസ് ഉള്ളവരായിരിക്കണം എന്നാണ്. ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകൾ ആത്മാർത്ഥതയുള്ളവരായിത്തീരണം. നല്ല നിയ്യത്ത് ഉണ്ടാവണം മനസ്സിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തനുസരിച്ചാണ്, ഉദ്ദേശമനുസരിച്ചാണ് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഒരു മനുഷ്യൻ എന്താണ് ഉദ്ദേശിച്ചത് അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്തുൽ മാഊൻ. ആ സൂറത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്നാണ്. നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ്, നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. എന്തുകൊണ്ടാണ് അവരുടെ നമസ്കാരക്കാർക്ക് നാശമെന്ന് ഖുർആൻ പറഞ്ഞു? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് എന്നാണ്. മറ്റെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്ന സാഹചര്യമാണ്. മുനാഫിഖിന്റെ അടയാളങ്ങളെ പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞത് അതാണ്. അവർ നമസ്കാരത്തിന് നിന്നാൽ ഖാമു കുസാല, മടിയന്മാരായി നിൽക്കുകയും, വല്ലദീനഹും യുറാഊൻ, അവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നാണ്. നമസ്കാരക്കാർക്ക് നാശമെന്ന് പറയാൻ കാരണം, രണ്ടാമത്തെ കാരണം വല്ലദീനഹും യുറാഊൻ, അവർ കാണാൻ വേണ്ടി, മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ് എന്ന്. മുനാഫിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വയുറാഊൻ, അവർ ആളുകളെ കാണാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ് എന്ന്. ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായ നിയ്യത്ത് ഉണ്ടാവണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് വാക്കുകളിലൂടെ ഉച്ചരിക്കേണ്ട ഒന്നല്ല, മറിച്ച് വഹുവ അമലുൻ ഖൽബിയുൻ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള പ്രവർത്തനമാണ്, ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അത് മനസ്സിൻ്റെ ഉള്ളകങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി നമുക്കുണ്ടാകേണ്ടതാണ്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നാണ്. കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട്, അല്ലാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട്, ഋജുമനസ്കരായി ആത്മാർത്ഥമായി അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന്. അള്ളാഹുവിന് എങ്ങനെയുള്ള ആരാധനകളാവേണ്ടി? അള്ളാഹുവിന് കീഴ്പ്പെട്ട വിശ്വാസികളാവണം. അവരുടെ കർമ്മങ്ങൾ ആത്മാർത്ഥമാവണം. 10 ആളുകൾ നിസ്കരിക്കുകയാണെങ്കിൽ 10 ആളുകളുടെയും ചില പ്രതിഫലം വ്യത്യസ്തമായിരിക്കും. ചില ആളുകളെ കാണാൻ വേണ്ടി നിസ്കരിക്കാൻ, ചില ആളുകൾ മറ്റുള്ളവർ നല്ല അഭിപ്രായം പറയണമെന്ന ചിന്തയോടെ നിസ്കരിക്കുന്നവരായിരിക്കും. ഇതുണ്ടാവാൻ പാടില്ല. അതൊരിക്കലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്, വലകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് അല്ലാഹു നോക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിരിക്കണം, നല്ല നീയത്തോടു കൂടിയായിരിക്കണം. മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവർ വിലയിരുത്തണമെന്ന അഭിപ്രായം പറയാനോ ആയിരിക്കരുത്.
നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞു, നരകത്തിലാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീൻ പ്രചരിപ്പിച്ച, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്ത ഒരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞു. സമ്പന്നനായ ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സമ്പത്ത് ധാരാളമായി ചെലവഴിച്ച മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. മൂന്നാളും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? പണ്ഡിതനായ മനുഷ്യൻ ദീൻ പ്രബോധനം ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ചിന്ത, ഞാൻ വലിയൊരു പണ്ഡിതനാണ്, ഞാൻ അറിവുള്ളവനാണ് എന്ന ആളുകൾ എന്നെ കുറിച്ച് പറയണമെന്ന നിയത്തായിരുന്നു, ചിന്തയായിരുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യന്റെ ചിന്ത, ഞാനൊരു ധീരനാണ്, പോരാളിയാണ് എന്ന ആളുകൾ എന്നെ കുറിച്ച് പറയണമെന്നതായിരുന്നു. സമ്പന്നനായ ആളുകൾ, ഞാൻ വലിയ ദാനധർമ്മിഷ്ഠനാണ്, ഞാൻ ആളുകൾക്ക് ദാനം കൊടുക്കുന്നവനാണ് എന്ന ആളുകൾ പറഞ്ഞു നടക്കണമെന്ന ചിന്തയായിരുന്നു. മൂന്നാളുകളുടെയും കർമ്മങ്ങൾക്ക് പ്രതിഫലമില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ, ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്യണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. അത്ര രഹസ്യമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം, നല്ല നീയത്തോടെ ആയിരിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. ആ കർമ്മങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ളത്, അതിനാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത്. കാണാൻ വേണ്ടി നിസ്കരിക്കുന്ന, മറ്റുള്ളവർ അഭിപ്രായം പറയണമെന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്ന ആളുകളാകരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും കൊടുത്തവനെ ശല്യപ്പെടുത്തിക്കൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ ദാനങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്, ബാത്തിലാക്കി കളയരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാവണം. 1 രൂപയാണ് സഹായിക്കുന്നതെങ്കിൽ, പലപ്പോഴുമൊക്കെ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന യാചകരെ കാണുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതൊന്ന് പോയി കിട്ടിയെങ്കിൽ കൊടുക്കും. 10 ഉറുപ്പ്യാണെങ്കിൽ 10 ഉറുപ്പ്യ നമ്മൾ കൊടുക്കുമ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ പറഞ്ഞേക്കുള്ളൂ. വല്ലാത്തൊരു ഇടങ്ങേറായി, ശല്യം ഒഴിഞ്ഞു കിട്ടിയെങ്കിൽ ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാകരുത്. കൊടുക്കുന്നത് 5 പൈസയാണെങ്കിൽ പോലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കണമെന്ന നിയ്യത്തുണ്ടാവണം. അങ്ങനെയുള്ള ചിന്തയുണ്ടാകണം, ആത്മാർത്ഥതയുണ്ടാകണം. അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയും. എങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. കുറച്ച് കാര്യങ്ങൾ കൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുതുബകളിൽ സൂചിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന അമലുകൾ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹൽ അത്താക ഹദീസുൽ ഗാശിയ, ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ എന്ന് ചോദിക്കുന്നു. വുജൂഹു യൗമഇദിൻ ഖാശിഅ, മുഖം താഴ്ന്ന ചില ആളുകൾ നാളെ പരലോകത്ത് വരുന്നാണ്. നാളെ പരലോകത്ത് മുഖം താഴ്ത്തി നിൽക്കുന്ന, അപമാനം കൊണ്ട് മുഖം താഴ്ത്തി നിൽക്കുന്ന ആളുകൾ വരും. ആമിലത്തുൻ നാസിബ, അവർ കഷ്ടപ്പെടാത്തവരല്ല, അവർ പണിയെടുക്കാത്തവരല്ല. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ച ആളുകളാണ്, ധാരാളം നന്മകൾ ചെയ്ത ആളുകൾ. പക്ഷേ തസ്ലാ നാറൻ ഹമിയ, ചൂടേറിയ നരകത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ്. ഈ ഒരു അവസ്ഥ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതിന് തൗഹീദുള്ളവരാകണം, കറകളഞ്ഞ തൗഹീദുള്ളവരാകണം. ശിർക്കിൻ്റെ ഒരു കണിക പോലും നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും കടന്നു വരാൻ പാടില്ല. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഈമാനുള്ള വിശ്വാസികളായി തീരാൻ കഴിയണം. മാത്രമല്ല, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിരിക്കണം, നല്ല നീയത്തോടെ ആയിരിക്കണം, നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. റമളാനിലെ നോമ്പിന്റെ പ്രതിഫലത്തെ പറയുമ്പോൾ ആ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്തു വേണം? മൻ സ്വാമ, ഒരാൾ നോമ്പെടുത്താൽ, ഈമാനൻ, വിശ്വാസത്തോടെ നോമ്പെടുത്താൽ, വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടെ നല്ല നീയത്തോടെ നോമ്പെടുത്താൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി,
അവൻ്റെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ്. വെറുതെ പട്ടിണി കിടന്നുകൊണ്ട് കാര്യമില്ല. റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജുഅ്, പട്ടിണി കിടന്നു എന്നല്ലാതെ അവരുടെ നോമ്പ് കൊണ്ടൊന്നും നേടിയിട്ടില്ല എന്നാണ്. ഇതുപോലെ ആവരുത് നമ്മുടെ കർമ്മങ്ങൾ, ഇതുപോലെയാകരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ. സ്വീകരിക്കപ്പെടുന്നതാവണം. അതുവഴി അള്ളാഹുവിൻ്റെ ഉന്നതമായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിശ്വാസികളാകാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റും